ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മൾ നിധി സുഭാഷ് ഏട്ടനോട് പോയി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഞാൻ കാരണമാണ് അവർ മൂന്നാളും കൂടി എൻ്റെ ഒപ്പം വന്നത്. സുഭാഷ് ഏട്ടന് വേണ്ടി കല്യാണം ആലോചിക്കാൻ അവരുടെ മേൽ ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് നോ പറയാൻ വയ്യ, അതുകൊണ്ട് പോകുന്നതാണ്. എന്നോട് ക്ഷമിക്കൂ സുഭാഷ് ഏട്ടാ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, മോളെ നീ അങ്ങനെ പറയണ്ട, നീ നീ ഞങ്ങളൊപ്പം കൂടെ കഴിയണം തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം, ഞങ്ങൾക്കൊരു വലിയ പുണ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ നീ ആരുടെ മുന്നിലും പോയി നാണം കെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല, എനിക്ക് ഒട്ടും അത് സഹിക്കില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധി വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടാൻ മഹാഭാഗ്യമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മുടെ നിധി സുധീഷിനോട് പോയി പറയുന്നുണ്ട്, എന്തായാലും സുനന്ദര കല്യാണത്തിന് മുന്നേ നമുക്ക് സുഭാഷ് ഏട്ടനെ കൊണ്ട് കെട്ടിപ്പിക്കണം. ഞാൻ വേഗം മാട്രിമോണിയിൽ ഒന്നും കൂടി കൊടുക്കാൻ റിക്വസ്റ്റ് അയക്കാം, എന്നിട്ട് വേഗം നമുക്കൊരു പെൺകുട്ടീനെ കണ്ടെത്തിയിട്ട് നമുക്ക് സുഭാഷ് ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിധി ഇങ്ങോട്ട് വന്നത് സുഭാഷ് ഏട്ടനെ പെണ്ണ് നോക്കാനും കല്യാണം കഴിപ്പിക്കാനാണോ? നിധി വന്നിട്ട് നല്ലൊരു ജോലി കണ്ടെത്താനല്ലേ, നീ അത് നോക്ക്, എന്നിട്ട് നിൻ്റെ ജീവിതം നീ നോക്കുക, അല്ലാതെ നീ സുഭാഷ് ഏട്ടൻ്റെ പിന്നിൽ നടക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല, എനിക്ക് എന്തായാലും സുഭാഷ് ഏട്ടന് ഒരു പെൺകുട്ടീനെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിന് വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും മാട്രിമോണിയൽ റിക്വസ്റ്റ് അയച്ചിട്ട് ഒരു പെൺകുട്ടീനെ വരാൻ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയാണെന്ന് വെച്ചാൽ പറയുന്നത് കോഫി ഹൗസിലേക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടന് ഞാൻ ദേഷ്യം വരുന്നുണ്ട്. ഇനിയൊരു പെൺകുട്ടിയോ മോളെ, ആ മറ്റേ കുട്ടി തന്നെ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ കുട്ടി ഇനി വേണ്ട സുഭാഷ് ഏട്ടാ, നമുക്കിനി ഈ കുട്ടീനെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ആ പെൺകുട്ടിയെ നോക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ ഒപ്പമൊക്കെ വന്നിട്ട് സുഭാഷ് ഏട്ടനെ ഒരുപാട് അപമാനിക്കലുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.